പലതരം തിയറികൾ വരുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം നീങ്ങുന്നത് പ്രതിസന്ധിയിലേക്ക് തന്നെ. സമൂഹമാധ്യമത്തിലൂടെയാണ് രാഹുൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ അശ്ലീല മെസ്സേജുകൾ അയച്ചതായും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായും യുവനടി അന്വേഷക സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറി. എന്നാൽ നടിയും നിയമ നടപടിക്ക് സന്നദ്ധയല്ല. അതിനിടെ ഗർഭചിത്രം നടത്തിയ യുവതി പരാതിയുമായി മുന്നോട്ടു പോകില്ലെന്ന സന്ദേശം വീണ്ടും അന്വേഷകർക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ അതിജീവിതമാർ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമെന്ന് സംശയവും ക്രൈംബ്രാഞ്ച് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ അതിജീവിതമാരെയും കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം കിട്ടി. മാങ്കൂട്ടത്തിനെതിരെ മൊഴിയും തെളിവുകളും നൽകിയിട്ടും നിയമപരമായി മുന്നോട്ടു പോകാനില്ലെന്നാണ് അതിജീവിതമാർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. അതിനിടെ ഇരയ്ക്ക് പരാതിയില്ലെങ്കിൽ എന്തിനാണ് ക്രൈംബ്രാഞ്ച് സമ്മർദ്ദം ചെലുത്തുന്നതെന്ന ചോദ്യവും സജീവമാണ്. അതും ക്രിമിനൽ കുറ്റമായി വിലയിരുത്തുന്നവരുണ്ട്. ഭീഷണിപ്പെടുത്തി അശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയാക്കിയത് ഗുരുതര കുറ്റമാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. പോലീസ് മേധാവിക്ക് പരാതി നൽകിയവരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. യുവതി ഗർഭചിത്രം നടത്തിയത് ഭീഷണിയെ തുടർന്നാണെന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതിനിടെ ഗർഭചിത്രത്തിൽ ബംഗളൂരു ആശുപത്രിയെ ഒഴിവാക്കി പുതിയ കഥയും വരുന്നുണ്ട്. ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ വ്യവസായിക്കും പങ്കുള്ളതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം കൂടുതൽ വെളിപ്പെടുത്തിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത സുഹൃത്ത് സഹായിച്ചു എന്നാണ് അഭ്യൂഹം. അതേസമയം ഇയാളും യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ ഇയാളും അന്വേഷക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും പറയുന്നു. എന്നാൽ ഈ വാർത്തകളോട് ക്രൈംബ്രാഞ്ച് പ്രതികരിക്കുന്നില്ല. ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയ ഗർഭം അലസിപ്പിക്കലെന്നാണ് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. നിർബന്ധിത ഗർഭചിത്രം നടത്താൻ ഗുളിക കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായതായും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ക്രൈംബ്രാഞ്ചിന് തെളിവ് കിട്ടി. ഇരയായ തിരുവനന്തപുരം ജില്ലക്കാരിയായ 26-കാരിക്ക് വിവാഹം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പു നൽകിയിരുന്നതായും ഈ ഉറപ്പിൽ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതിയെന്നാണ് വിവിധ ചാനലുകൾ അടക്കം പുറത്തുവിട്ട റിപ്പോർട്ട്. യുവതി ഗർഭിണിയാണെന്ന വിവരം പലതവണ പറഞ്ഞിട്ടും രാഹുൽ വിശ്വസിച്ചിരുന്നില്ല. ഒടുവിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച 16 ആഴ്ച പിന്നിട്ടതോടെയാണ് ഗൗരവം തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നു. തുടർന്ന് പത്തനംതിട്ട സ്വദേശിയും തന്റെ വിശ്വസ്തനുമായ സുഹൃത്ത് മുഖേന രാഹുൽ ഗർഭചിത്രത്തിനുള്ള 2 ഗുളികകൾ യുവതിക്ക് കൈമാറി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന മരുന്നാണിത്. മരുന്നുകൾ കഴിച്ചതിന് പിന്നാലെ രക്തസ്രാവം കൂടിയതോടെ യുവതി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇതുവരെ മാങ്കൂട്ടത്തിനെതിരെ 10-ലധികം പേരുടെ മൊഴിയാണ് അന്വേഷക സംഘം രേഖപ്പെടുത്തിയത്. മാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും വെളിപ്പെടുത്തൽ നടത്തിയ 2 അതിജീവിതകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2 പേരും കേസുമായി മുമ്പോട്ടു പോകാൻ തയ്യാറല്ലെന്നാണ് അറിയിച്ചത്. എന്നാൽ വിവരങ്ങൾ നിഷേധിച്ചില്ല.